Hey guys, Super Gamer Multiverse പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരു സാധനം ഗൈസ്. ആൻഡ് നമ്മളെ ചാനലിലൊക്കെ ചാപ്റ്റർ 2ൻ്റെ ലാസ്റ്റ് എപ്പിസോഡ് ഇതായിരുന്നു ഗൈസ്. കാരണം ഞാൻ നമ്മുടെ ലാസ്റ്റ് മറ്റേ എസ്കേപ്പ് ആയിട്ടുള്ള മറ്റേ ഇതില്ലേ മറ്റേ അതന്നെ ആ സ്കിൻ്റെ പേരെന്താ ഹെലികോപ്റ്റർ എസ്കേപ്പ് അതാണ് നമ്മൾ കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രാനി 3ലേക്ക് കടക്കാൻ പോകുന്നത്. ഗ്രാനി 3ലേക്ക് എന്താണെന്ന് അറിയില്ല. നമുക്ക് എന്തായാലും ചെയ്യാൻ എസ്കേപ്പ് ഈസിലിട്ടാണ് ആൻഡ് ബോട്ടിലിട്ടുണ്ട് ഹൈ ക്വാളിറ്റി. ലെറ്റ്സ് ഗോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഉണ്ടെല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൻ ഓളൊക്കെ കിട്ടണം. എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. ആൻഡ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ലൈക്ക് ടാർഗറ്റ് 1K ആണ്. മാക്സിമം ലൈക്ക് ചെയ്യണം ഗൈസ്. ആൻഡ് സപ്പോർട്ട് നമ്മുടെ ചാനലില്ല. വെറും 5 സബ്സ്ക്രൈബേഴ്സ് മാത്രം ഉള്ളൂ ഗൈസ്. അതുകൊണ്ട് തന്നെ വീഡിയോ കാണുന്നുണ്ട് കുറേ പേര്. ബട്ട് ആ വീഡിയോ ഇപ്പോൾ 23 പേരെ കൊണ്ട് കാണുന്നുണ്ട്. ബട്ട് ആ എല്ലാവരും എനിക്ക് ലൈക്ക് വരുമെങ്കിൽ അടിപൊളിയായിരുന്നു ഗൈസ്. വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് എനിക്ക് സപ്പോർട്ട് ചെയ്യണം ഗൈസ്. ഓക്കെ നമ്മുടെ അമ്മാവൻ അപ്പാപ്പനും അവിടെ പോകുന്നത് അവരുടെ കൈയുടെ ഗ്ലിച്ചടിച്ച് നമുക്ക് കാണാൻ പറ്റും. അപ്പാപ്പൻ ചെയ്യരുത്. ഓക്കെ വേഗം അമ്മാമ എന്തി അമ്മാവൻ ഞങ്ങൾ പോയിട്ട് എനിക്ക് തോന്നണു ഇവിടെ ആയിരിക്കും സ്റ്റൺ മേ ബി ഉണ്ടാകും. എൻ്റെ പൊന്നെ എന്ത് ലക്കാട എനിക്ക്. വട്ട് ലക്ക്. അടിപൊളി മച്ചാണ്. ഇന്നെന്തോ കൂടി ലക്കാണ്ട് എനിക്ക്. ഇല്ലാണ്ട് എനിക്ക് ഇങ്ങനെ ഗണ്ണ് ഇടണമെന്ന് ആവശ്യമില്ലല്ലോ. അമ്മാവ ഒന്ന് വന്നിട്ട് വേണം എനിക്ക് അമ്മാവ. എടേ എന്തി ആ കൊള്ളാലോ ഇത് ശരിച്ച് പോകുമ്പോൾ. പുകച്ചിട്ടുണ്ട് ഡേയ്സ് അങ്ങോട്ട്. ഇപ്പം തന്നെ അപ്പാപ്പനും വരും. കടവാ എടാ അമ്മാവനെ തട്ടിക്കഴിഞ്ഞ് കിളവൻ വരന്താണ്. കിളവൻ വരാത്ത കിളവ് പോയി. സാധനം എൻ്റെ ഇവിടെ ഒന്നും കൊണ്ടുപോയേക്കാൻ വെക്കണം. ആ സെക്യൂരിറ്റിക്ക് ഇതാ എടാ പാളി മാറ പട്ടി കൊള്ളക്കളവൊന്ന് മാറിക്കടാ. കൊള്ളവാഴ നമ്മളെ വെറുതെ ഇതാക്കാനായിട്ട് വന്നോളും അവൻ പട്ടി. ഓക്കെ ഗൈസ് ഓക്കെ ടൈം നമുക്കില്ല. അമ്മാമ്മ പവൻ സ്പൂണായിട്ടുണ്ടാവും. ഇതെന്നാടെ ഇത്ര സ്പൂണാണ് അല്ലേ? അമ്മച്ചി വേഗം പോടാ. എടാ പെയിൻറ് ഓഫ് പിക്ചർ ഇത് ആക്ച്വലി നമുക്ക് ആവശ്യമുണ്ട്. പെയിൻറ് ഓഫ് പിക്ചർ അല്ല, പീസ് ഓഫ് എ പെയിൻറ്റിങ്. എന്തിലാട്ടെ നമ്മൾ പിക്ചറിനൊക്കെ വിളിക്കുന്നു. അങ്ങനെയൊക്കെ വിളിക്കാനേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ എന്ത് കാട്ടി വിളിക്കാനാവും. ഡ്രോപ്പ് ചെയ്യാം. ആൻഡ് സെക്യൂരിറ്റിക്ക് എടുത്തിട്ട് തേടാ പിക്ചർ നമുക്ക് ആക്ച്വലി ആവശ്യമുണ്ട് ഗൈസ്. വളരെയധികം ആവശ്യം ഉള്ളൊരു ഐറ്റം ടേസ്റ്റാണ് പിക്ചർ. അവന്മാരെനിക്ക് ഇത്തിരി നേരം നിന്നുള്ളൂ. ഇതിനുള്ളിൽ സ്പാർക്കിളൊക്കെ ഒന്നും എനിക്ക് വേണ്ട. ആർക്കും വേണം സ്പാർക്കിളൊക്കെ. എനിക്ക് ഈ സാധനം തുറന്നിട്ടുണ്ട്. നമുക്ക് മേല് വഴി ഇങ്ങോട്ട് വരാൻ എളുപ്പമില്ല. അതിനാ ഈ വിളിച്ചു വരുത്തിയിട്ട് നമുക്കൊന്ന് പോയിക്കണം ഗൈസ്. അമ്മാവനപ്പാപ്പനേക്കാൾ അമ്മേ പോകാൻ പറ്റുള്ള സംഭവം തട്ടി മറിച്ചിടണം. രണ്ട് പോകാൻ പറ്റില്ല നമുക്ക്.
വീഴത്. ഓക്കെ അവിടെ എന്തിനാ കണ്ട് എടാ പീസ് പിക്ചർ അവിടെ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ഇത് തന്നെ നമുക്ക് ഇങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യാം. അതെ ഗൈസ് നമ്മൾ ഫുള്ളും ബുദ്ധിപരമായിട്ട് നീങ്ങാണ് നമുക്ക് കളിക്കാൻ പറ്റുള്ളൂ ഗൈസ്. അതെ എടാ ഇനി നമ്മുടെ അമ്മാവനെ അപ്പം അവനെ പൂശിയിട്ട് നേരെ ചെന്ന് ഗ്ലാസ് ഫ്യൂസ് എടുക്കണം ബാത്റൂമിൽ ചെന്ന്. പിന്നെ അടുത്ത പെയിൻറ് ഓഫ് പിക്ചർ എടുക്കണം. ഓക്കെ അപ്പം അവനും അമ്മാവൻ ഇപ്പം തന്നെ വരും ഗൈസ്. പേടിക്കാനൊന്നുമില്ല. അപ്പം തന്നെ അവൻ വരും. ICU എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഒരു ICU പോയി കിടക്കട കളവാ അല്ല പിന്നെ എൻ്റെ മെപ്പവനില്ലല്ലോ. ഇതിങ്ങനെ ഇട്ടാൽ ശരിയാവും ടേസ്റ്റ്. അപ്പം അവനെന്തായാലും വരേണ്ടതാണ്. അമ്മാവനെ തട്ടി കഴിഞ്ഞാൽ അപ്പം അവന് ദേഷ്യം വരും. അപ്പം എന്തായാലും അപ്പം അവൻ വരേണ്ട ടേസ്റ്റ്. പക്ഷെ എന്താ വരാത്തിപ്പം എടാ പണി അമ്മാമ്മ കരിഞ്ഞു പോയി. ഇതിപ്പം എനിക്കൊന്നും അപ്പം സ്പോണായിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ഒന്നുകൂടി വിളിച്ചു വരുത്തിട്ടേ ഊഷ അപ്പാപ്പന അത് കഴിഞ്ഞിട്ട് നമുക്ക് നൈസായിട്ട് എല്ലാ സംഭവവും സെറ്റപ്പാക്കാം. അത് തന്നെ വിളിച്ചു വരുത്തിയിട്ട് രണ്ടുപേരെയും പൂശണം. പെട്ടെന്ന് രണ്ടുപേരെയും പൂശണം. അത് കഴിഞ്ഞിട്ട് നമുക്കെന്ത് ചെയ്യേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ ബാത്റൂമിൽ ചെന്ന് ഗ്ലാസ് ഫ്യൂസ് എടുത്തുകൊണ്ട് തന്നെ പിക്ചർ കൊടുത്തുകൊണ്ട് തന്നെ എന്നിട്ട് ഗ്യാസിൽ മറ്റേ കിച്ചണിലുണ്ട് അത് കൊടുത്തുകൊണ്ട് തന്നെ. അതെ ഇപ്പം എല്ലാം സെറ്റ്. പട്ടിക്കളവാ നീളെ കൊള്ളാരട പട്ടി. നമ്മുടെ വാഴ നൈസിനോട് ഇരിക്കണ്ടായിരുന്നു. എന്ത് ചെയ്യാനാ അങ്ങനെ കളിക്കാം. അമ്മാമ്മ എന്നോട് ഇനി 2 മിനിറ്റിനുള്ളിൽ ഇനിയും വെയിറ്റ് ചെയ്യണം. ക്രോബാറ് മേളിലായിരിക്കണം. പിന്നെ ക്രോബാറിൻ്റെ അവിടെ തുറക്കുമ്പോൾ ഡക്ക് ടേപ്പ് എല്ലാം കിട്ടിയെന്ന് തോന്നുന്നു ഗൈസ് അല്ലേ. ഷോർട്ട് ഗണ്ണ് എടുത്തോണ്ട് തന്നെ നമ്മൾ. എനിക്ക് ഷോർട്ട് ഗണ്ണുകൊണ്ട് പൂശിയിട്ട് സ്കിപ്പ് ആവാൻ താല്പര്യമുള്ളൂ. അമ്മാമ്മ സ്പോണായിട്ടാണ് എനിക്കറിയണം. ബാക്കിയെല്ലാം സെറ്റാണ്. ഓക്കെ സെറ്റ്. അപ്പാപ്പൻ ഇല്ല അപ്പാപ്പൻ ചെയ്യൂല. പക്ഷെ അപ്പാപ്പൻ്റെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അയ്യോ എന്ന് പറയുമ്പോൾ വന്നേനെ കള്ളവൻ പൊട്ടി. എൻ്റെ പൊന്ന് കളവന്നു. ശേ അമ്മാമ്മയൊന്ന് എണ്ണിച്ചിട്ട് വേഗം ഒന്ന് വാ. എക്സ്ട്രീം ആണെങ്കിൽ 30 സെക്കൻഡുള്ളിൽ വരും. കള്ളക്കളവൻ 30 സെക്കൻഡാണ്. എത്ര സെക്കൻഡ് മതി അതൊക്കെ വരും. ഇതെന്തോ ഒരു നേരെ കൊടുക്കണ തേങ്ങ. ഈസിയിലിട്ടുണ്ടായി നോർമലിടായിരുന്നു. ഇടിച്ച് പാപ്പനെ ഒന്ന് എനിക്ക് കാണണം. കള്ളക്കളവോ എന്തിൻ്റെ കള്ളക്കളവേ എൻ്റെ കള്ളക്കളവൻ പട്ടി. ICU പോയി കിടക്കട പട്ടിക്കളവൻ. നീക്ക വാഴ ഒച്ചാലും ഇവിടെ ഗ്യാസിലെടുത്തോ. അതെ ഗ്യാസിലേക്ക് ഇവിടെ തന്നെ ഉണ്ട്. അതൊക്കെ നമുക്കറിയാം വെള്ളത്തിൽ എന്താ ഇവിടെ ഉള്ളത് അല്ലേ ഗൈസ്. ഞാൻ പറഞ്ഞത് ഏകദേശം ശരിയായി. ഓക്കെ
ആൻഡ് ബാത്റൂം ഇവിടെ ആയിരുന്നു, ഇവിടെ ഒക്കെ ആയിരുന്നു. അതേ കിടക്കുന്നു. പിക്ചർ 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 പിക്ചർ. ഓ ഗ്രാൻഡ്പേടെ ഏതോ വിഷയം പിക്ചർ കണ്ടാന്ന് എനിക്ക് തോന്നി. ഇത്രക്ക് വിഷയമായിട്ട് എടുക്കാൻ വേണ്ടി ആരായിരിക്കും എടുക്കുന്നത് അല്ലേ? ഗ്ലാസ് ഫ്യൂസ് ബ്രോ, ഗ്ലാസ് ഫ്യൂസ് കിട്ടി. ഇതിനൊക്കൊന്നും കിട്ടാനുള്ള പ്രത്യേകിച്ച് ഇല്ലേ? കിട്ടാൻ ഇനി ഉണ്ട്, ബട്ട് അധികം ഐറ്റംസ് ഇല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇനിയുള്ള ഏകദേശ കളികളെല്ലാം മേളിലാണ് കേട്ടോ. നമുക്ക് നേരം മേളിലേക്ക് പോയിട്ട് കളി തുടങ്ങും. യെസ്, ഇവിടെ ഒക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ ഓർത്ത് വെച്ചോ, ഞാൻ എന്തായാലും മറന്നു. അത് എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം ഗൈസ്. ഈ ഗെയിം കളിക്കുമ്പോൾ എല്ലാവർക്കും ഉണ്ടാവും ഗൈസ് ഈ മറവ്. എന്താ പറയുക, ഈ ഗെയിമിന് എന്തോ കുഴപ്പമില്ല ഗൈസ്. എനിക്ക് ഇങ്ങനെ മറക്കാൻ വേണ്ടി ഇങ്ങനെ കുഴപ്പം എന്തായിരിക്കും ഗൈസ് ഉള്ളത്? അമ്മാവെ പല സ്പൂണായിട്ട് ഗൈസ്. പക്ഷെ അമ്മാവെ പല സ്പൂണായ എനിക്കൊരു തേങ്ങയില്ല ഗൈസ്. കാരണം എന്താണ്, നമ്മൾ വെറുതെ മാസല്ലേ. പക്ഷെ ഇത്തിരി പേടിയൊക്കെ വേണ്ടേ അല്ലേടാ? അല്ലേ, ഇത്തിരി പേടി ഇല്ലാണ്ടങ്ങനെ ആയിക്കഴിഞ്ഞിട്ട് എനിക്ക് ശരിയാവില്ലല്ലോ. അതുകൊണ്ടാണ് ഗൈസ് സമ്മൂട്ടി ഇവിടെ ഇട്ടിട്ട് ഞാനേ നൈസടി ഒന്ന് പഠിച്ചോനെ. എടാ ഞാൻ വിചാരിച്ചു എന്നെ പിടിച്ചു അടിപൊളി. ഞാൻ അമ്മാനെ പൂച്ചിട്ടല്ലേ അപ്പം അവനെ പൂശിയത് അല്ലേ? അപ്പം അവൻ സ്പൂണായിണ്ടാവും. കൊച്ചുമോൻ മണി അടിച്ച് അമ്മാനെ വിളിച്ചോണ്ടേ. അമ്മാവൻ പോരുത്, അത് നരകമാണ്. വാഴയാണ് അവൻ, കള്ള വാഴ, വെറും വാഴ പറ്റി. എൻ്റെ അടുത്തേക്ക് ഉണ്ടാവാമേ. അമ്മ ഇപ്പം തൽക്കാലം എൻ്റെ അടുത്തുനിന്ന് വെടികൊണ്ടിരിക്കും. യോ ഉണ്ടാ, താങ്ക്സ് എറിഞ്ഞു വന്നിട്ട് നമ്മുടെ അമ്മാമ. അമ്മാമ്മയെ വളരെ നന്ദി, എനിക്ക് ആ ഉണ്ടാന്നേന്ന് കേട്ടാ. ഓക്കെ ഓക്കെ, നീ അപ്പാപ്പൻ പ്ലീസ് കം ഹിയർ. അപ്പാപ്പൻ അപ്പൂപ്പൻ അപ്പാപ്പ പോയി. എടേ നമ്മുടെ അടുത്ത് വിളി. അമ്മാമേ മാറി എനിക്ക് വലിയ ഉപകാരം. ഞാൻ നൈസായിട്ട് മേടിച്ചിട്ട് വെപ്പണിക്ക് എടുത്തോണ്ട് പറ്റേ. സോറി, വെപ്പണിക്ക് എടുക്കാൻ എനിക്ക് വെച്ചില്ല. വെപ്പണിക്ക് എടുക്കണേ അവിടെ വേണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ വൈപ്പൊരു മേടിക്കും. അങ്ങോട്ട് പോലും എൻ്റെ പിക്ചറെല്ലാം കൊണ്ട് പേ കൊടുത്തോടെ വെക്കട്ടെ. എൻ്റെ അല്ല, സോറി, എൻ്റെ പിക്ചറല്ല, ഗ്രാൻഡ്പേയുടെ പിക്ചറീസ് അത് എടുത്തോണ്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ, പിക്ചർ മാത്രമല്ല, നമുക്ക് എല്ലായിടത്തും കൊണ്ട് വെക്കാം ഡേയ്സ്. അതൊരു ഈ പിക്ചറിൽ എടുക്കാൻ ചേർത്തെ പണി എന്തോ വിളിച്ചിട്ടുണ്ട്. ഓ കുറച്ച് ഗ്ലിച്ചാൻ പോച്ച് ഞാൻ പറ്റിയതായിരുന്നു 3G. ഗ്ലിച്ചെങ്ങാനും പറ്റിയാൽ പിന്നെ 3G ആവും ഗൈസ്. എന്തായാലും ആവും. അതുകൊണ്ട് ആവാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ എല്ലായിടത്തും മേളിലേക്ക് വെക്കാം. ഓക്കെ, ഇത്രയായിട്ടാണ്. ഇനിയൊക്കെ നമുക്ക് പിന്നീടാം. കാരണം അമ്മാമയും അപ്പാപ്പനും എനിക്കുള്ള നേരം. എനിക്ക് അവന്മാർക്കൊന്ന് പരിപ്പുവടയും ചായയും കൊടുക്കണ്ടേ കൂട്ടുകാരെ. 2 മിനിറ്റൊക്കെ പെട്ടെന്ന് തന്നെ ആവണോണ്ടേ ഇത്തിരി സീനാണ്. ഇന്നതേയുള്ള ഇവിടെ ഓൾമോസ്റ്റിലായി. ഇതിനൊക്കെ ഒന്നുകൂടി പൂശിയിട്ട് ആ ഗ്ലാസ്സിലും ഗ്ലാസ് ഫ്യൂസും മേളിലേക്ക് എടുത്ത് വെക്കണം. ഞാൻ പിക്ചറെല്ലാം സെറ്റാക്കിയിട്ട് അല്ലേ, പിക്ചറൊക്കെ സെറ്റാക്കാം. അല്ല ഞാൻ പറയാം. ആ ഗ്യാസിലും ഗ്ലാസ് ഫ്യൂസും കൊണ്ട് മേളിൽ അവിടെ ഇടണം. അതിൻ്റെ ക്രോബാർ എടുത്ത് താഴെ കൊണ്ട് ഡക്ക് ടേപ്പ് എടുക്കണം. അതിൻ്റെ നേരെ വെപ്പണിക്ക് എടുത്തുകൊണ്ട് സ്റ്റൺ ഗൺ കൊടുത്തോണ്ടിരിക്കണം. വിളിച്ചിറക്കിയിട്ട് 2 പൂച്ചിട്ട് മറ്റേ വെപ്പണിക്ക് കൊണ്ട് ഷോർട്ട് ഗൺ എടുക്കണം. എന്നിട്ട് പിന്നെ ഷോർട്ട് ഗണ്ണായിട്ട് മേളിലേക്ക് പോവാം. അതാണ് സ്റ്റൺ ഗണ്ണായിട്ടും ഷോർട്ട് ഗൺ എടുത്തിട്ട് പൂശിയാൽ ഒരു സുഖം ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് എന്തൊക്കെയായിരുന്നു പ്ലാൻ ഞാൻ ഒന്നുകൂടി ഓർക്കട്ടെ.
പ്ലാൻ പറയുകയാണെങ്കിൽ അയ്യോ ഞാൻ വീണ്ടും മറന്നുപോയ പ്ലാൻ. അച്ഛനെ ഓർത്തിരിക്കണ. ആ രണ്ടു കൂടെ മേലിലിടും. രണ്ടു മേലിലിട്ടിട്ട് നേരെ എനിക്ക് കോപാടത്ത് ഇങ്ങോട്ട് തുറക്കും. തക്കടെ പിടിച്ച് മേലേക്കും ഒറ്റയ്ക്ക് കൊണ്ട് നേരെ ഷോട്ട് ഗൺ അത്രേ ഉള്ളൂ. ഓക്കെ രണ്ടും മേളിലേക്ക് എത്തിക്കണം. ഓക്കെ ഒരാഴ്ചകളോട് ഡെഡായില്ല കേട്ടോ. അത് ആക്ച്വലി പറയുകയാണെങ്കിൽ അത് നല്ല കാര്യമില്ലേ അല്ലേ? നമ്മൾ ഇതായിട്ടും ഡെഡായിട്ട് വെയിറ്റ് എങ്ങനെ അവന് ഇവിടെ ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എനിക്ക് പെട്ടെന്ന് വരും. കാരണം ഇങ്ങനെ തന്നെ കിടന്നല്ലേ ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്നല്ലേ, അതുകൊണ്ടാണ് യൂസ്. അവിടെ എനിക്ക് അപ്പൻ എടാ അപ്പാപ്പൻ എന്ന് ഏതെങ്കിലും കുതായിപ്പോയിരിക്കും. ഉണ്ടാവേണ്ടതാണ് അല്ലേ? സോറി അമ്മാമ ഇവിടെ നിൽക്കണ്ട. ഇവിടെ എവിടെയും കള്ളക്കളവൻ തെണ്ടി തിരിഞ്ഞ് കിടക്കുന്ന. ഓ കൊച്ചുപോ മണ്ണി അടിച്ച അമ്മാമ വിളിച്ചിട്ടുണ്ട്. ഈ കള്ള വാഴ അമ്മാവനെ ഞാൻ വിളിച്ചോണ്ട് പോകും. എന്ത് തേങ്ങ വീണ്ടും പണി അടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അപ്പാപ്പനെ കിട്ടണം വയസ്സ്. എനിക്ക് അപ്പാപ്പനെ കൈമ കിട്ടണം. പീലെടുക്കും ആ കള്ള വാഴേന കൈമ കിട്ടിയ പീലെടുക്കുമ്പോൾ എനിക്ക് സമയത്ത് പിന്നെ ബാക്കിയുള്ള ചണ്ട് പോലെ ഇല്ല ഉറപ്പിക്കും. ആ ചണ്ടി അങ്ങനെ എല്ലാം ഞാൻ പറിച്ചിട്ടിടും. അമ്മയുടെ പത്ത് കൂടെയൊക്കെ പറിച്ചിട്ടു. എനിക്ക് അപ്പാപ്പനെ എണ്ണിട്ടുണ്ടാവില്ലേ? നമുക്കൊരു പണി ഒപ്പിക്കാം. നൈസായിട്ട് ഇവിടെ അമ്മാവ വരും നേരം പൂച്ച. അതൊക്കെ അപ്പാപ്പൻ വേഗം വരണം. ഇല്ലെങ്കിൽ എനിക്ക് ഡിലീറ്റ് ചെയ്യേണ്ടി ഞാൻ ഡിലീറ്റ്. അപ്പാപ്പൻ ഫോണവിടെ നേരമായില്ലടാ. ആയിട്ടുണ്ട്. ഗ്രാനീസ് നൗ ഗോൺ ഫോർ അബൌട്ട് 2 minutes. വലിയ ഉപകാരം എന്ന് ഞാൻ പറയുന്നു. അപ്പാപ്പാ പാപ്പാ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. അപ്പാപ്പാ I see you bro. I like you. Get out, get lost, noob. Very, very noob. Get lost, grandpa. Get lost. Get lost, grandpa. Get lost. Say, get lost. Guru itu very nice. Orang apa bangunnya? Apa? Lalu gimana? Oh, crowbar. അയ്യോ മച്ചന്നെ ഈ നേരത്തെ സമയം കൊള്ളാമല്ലോ. മച്ചനെ സ്റ്റൺ ഗൺ എടുത്തില്ല നമ്മൾ വെറുതെ വഴി കൂട്ടല്. മച്ചാനെ സ്റ്റൺ ഗൺ. Oh my god. Stun gun please. അപ്പാപ്പനെ എപ്പോഴും ഈ ഒരു ഭാഗത്ത് നിന്ന് അതുകൊണ്ട് എൻ്റെ ആമ അവിടെ കിടക്കുന്നു. അതുകൊണ്ട് അവിടെ നിന്ന് അവിടെ നിന്ന് പാപ്പൻ ഒന്നില്ല കേക്ക് പഠിച്ചവർ പറഞ്ഞേ. അതുകൊണ്ടാണ് സ്റ്റൺ gun വീഴരുത്. യെസ് സ്റ്റൺ gun ഒന്നും വീഴത്തില്ല കേട്ടോ. ഭാഗ്യം അതിൻ്റെ ഉള്ളതാടാ. എൻ്റെ ഉള്ളിൽ ഇടിയില്ല. ബോട്ടിലൊന്നും നമുക്ക് വേണ്ട. ബൈ. ഇനി നെക്സ്റ്റ് പിക്ചർ അത് ഗൈസ്. നെക്സ്റ്റ് പിക്ചർ എടാ ഗ്ലാസ് പീസ് ഇവിടെ കിടന്നിട്ട് ഉരുണ്ട് കിടക്കുന്നുണ്ട്. അതെ ഗ്ലാസ് പീസ് അല്ലേ. ഗ്ലാസ് പീസേ എടുത്തിട്ട് നമുക്ക് ഇവിടെ കൂടെ ഇടാം. അവിടെ ഇട്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് എടി അപ്പാപ്പനെ മോനൊക്കെ ആ വാഴ ചെക്കൻ അങ്ങോട്ട് വിളിക്കുന്നു. എടാ നമ്മൾ എസ്കേപ്പ് ആയില്ലേപ്പാ. ഇല്ലേ എനിക്ക് ഈ ഷോർട്ട് ഗൺ കിട്ടാണ്ട് ഞാൻ എസ്കേപ്പ് ആവണ പ്രശ്നമില്ല. ഈ ഷോർട്ട് ഗണ്ണ് വേണം. ഇത് രണ്ടെണ്ണം ഞങ്ങൾ തീർക്കണം. എനിക്ക് ഇങ്ങോട്ട് കള്ളപ്പാടയും ഇത്രയും സഹായിച്ചുകൊണ്ട് ഞാൻ തിരിച്ചറിയുന്നത് അത് വളരെ മോശമല്ലേ ഗൈസ്? നിങ്ങൾ തടക്കാൻ പറ്റി. അത് ഭയങ്കര മോശമല്ലേ? ഇത്രയും അവർ നമ്മളെ സഹായിച്ചിട്ട് നമ്മൾ തിരിച്ചൊന്നും ചെയ്യണമെന്നൊക്കെ പറഞ്ഞാൽ
ദാറ്റ്സ് എ ബാഡ് ഹാബിറ്റ്. അതുകൊണ്ട് തന്നെ തിരിച്ച് നമ്മൾ റിവെഞ്ച് എടുക്കണ്ടേ. ഇല്ലാണ്ട് നമ്മൾ ചെയ്യുന്ന അത്രക്ക് ഗുഡായിട്ട് നിങ്ങൾക്കുണ്ട് ഇല്ലല്ലോ. അപ്പോൾ തന്നെ നമുക്ക് എന്തായാലും വെപ്പൺ കീ കിട്ടും. വെപ്പൺ കീ കിട്ടിയ പിന്നെ ഞാൻ താഴെ കയറുമ്പോൾ ഞാൻ തട്ടിപ്പോണ്ടിരുന്നാൽ മതിയായിരുന്നു എൻ്റെ ഒരു പ്രാർത്ഥന. വെപ്പണിക്കൂടെ താഴെ പോകുമ്പോൾ ഞാൻ എന്തായാലും ഡെഡാവാൻ ഉള്ള ചാൻസ് ഇത്തിരി ഉള്ളത് കൊണ്ട് തന്നെ വെപ്പണിക്ക് ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ സ്റ്റൺ ഗണ്ണായിട്ട് ഇറങ്ങുന്നു. മീൻസ് ഇല്ലാണ്ട് എല്ലാം ചെയ്യുന്നത് അത്രക്ക് സേഫ് അല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഒന്നും ചെയ്യണ്ട. ഗ്യാസലിൻ ഡക്ക് ടേപ്പ് നമ്മുടെ ഇത് ഗ്ലാസ് ഓൾറൈറ്റ് നമ്മൾ എസ്കേപ്പ് ആവുന്നു ഗൈസ്. അത്രക്ക് ഈസി ആയിട്ട് ഞാൻ എസ്കേപ്പ് ആവുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. പക്ഷെ ഷോർട്ട് ഗൺ എനിക്ക് കിട്ടണം. കുറച്ച് ഈ സംഭവം ശരിയാക്കണം. സ്റ്റണ്ടെടുത്ത് താഴേക്ക് ഇറങ്ങുമ്പോൾ അങ്ങനെ ചട്ട സീണ്ടാവില്ല ഗൈസ്. കാരണം ഒരു ഡേ പോയിട്ടുള്ളൂ. ആൻഡ് നമുക്ക് അവിടെ മുച്ചുണ്ടാക്കി ഇങ്ങോട്ട് വന്നിട്ട് രണ്ടെണ്ണത്തിന് പൂശിട്ടാകുന്ന വെപ്പണിക്ക് ഇരിക്കാനും പറ്റും. റെഡാന്ന് ആക്ച്വലി പറയുന്നത് നല്ല കാര്യം. I see you. No problem. I see you. പോയി കിടക്കണ വാഴേ. എടേ നമ്മുടെ സാരി എടുത്ത് മാറ്റാം. നമ്മുടെ ദേശല്ല കളി ഏത് നമ്മുടെ അടുത്ത് പ്രോ പ്ലെയറിൻ്റെ അടുത്ത് ഡേ വാഴ സാധനം എടുത്ത് പോയിരുന്നാണ് പറ്റി കളവയ്ക്ക്. സെറ്റ് മസാ സെറ്റ് മസാ വഴി കറങ്ങി പോണ. ഹലോ ഡാ പട്ടി. അങ്ങനെ പൂശിയില്ലെങ്കിൽ കുഴപ്പമില്ല. എനിക്ക് വാഴയില്ല. അങ്ങനെ പേടിച്ചു പോയി സെവൻ. അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ അതുകൊണ്ട് അവൻ അങ്ങടെ മേളിലേക്ക് പോയി നമുക്ക് കാണാൻ പറ്റി. സെറ്റ് ആവാൻ പേടിച്ചിട്ടുണ്ടായിട്ട് സ്റ്റൺ ഗൺ ഒരു കുഞ്ഞ് സേഫ്റ്റിക്ക് എൻ്റെ അമ്മ ഞാൻ പറഞ്ഞില്ല. തെറ്റിപ്പോൾ എന്ത് ചെയ്യാനാണ് സാധനം ഗ്ലാസ് പീസ് ഉരുണ്ട് ഇവിടെ നടന്നു നടുക്കി കിടക്കാം. അപ്പോൾ ഉരുണ്ട നടന്നിട്ടുണ്ട്. ഡക്ക് ടേപ്പിൻ്റെ ഗ്യാസിനെ നടുക്കി ചെല്ലണം. എടാ ഒന്ന് ഗ്ലിച്ചടിച്ച് പോരുന്നിട്ടോ. ഒരു സംഭവം പോയാൽ തന്നെ വളരെയധികം ഡേഞ്ചറസ് ആണ്. ഗ്ലാസ് പീസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഗ്ലാസ് പീസ് എന്ന് അറിയുമോ നമുക്ക് അങ്ങോട്ട് പോകണ്ടേ. അങ്ങോട്ട് പോകാൻ വേണ്ടി ഗ്ലാസ് പീസ് നമുക്ക് വളരെയായിട്ട് ഉപകാരപ്പെടും. അയ്യോ മച്ചാനേ മച്ചാനെ ഒരു വെടിയുണ്ട് ഇവിടെ വെച്ചേക്ക്. ഉണ്ടാവും എടുക്കാൻ പറ്റും. ഓ മൈ ഗോഡ് നമുക്ക് പറ്റില്ല. അങ്ങോട്ടോ എവിടെ നമ്മൾ താഴേക്ക് വീട്ടും. ഇപ്പം അവിടെ കണ്ട റെഡ് ആട്ടോ. അങ്ങോട്ട് പോരുത്. കണ്ടവിടെ പച്ച ഇങ്ങോട്ട് ചെയ്ത് പിടിക്കാം. ഇതിൻ്റെ ഇവിടുന്ന് താഴേക്ക് കൊണ്ട് വീഴും. എന്നിട്ട് അവിടെ കിച്ചണില്ല അവിടെ വീഴും. ഓക്കെ അതിൻ്റെ നമ്മളിവിടെ ഈ സംഭവം തുറന്നിട്ടുണ്ട്. അവിടേക്ക് എളുപ്പമല്ല സംഭവം എടുത്ത് കിട്ടും. എനിക്ക് അവസാനമായിട്ട് അവരൊന്ന് കാണാനുണ്ട്. ആക്ച്വലി അവരെ കാണാണ്ട് അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ നമുക്ക്.
അതുകൊണ്ട് തന്നെ നോക്ക് അമ്മയെ പറഞ്ഞ് കണ്ടൊക്കെ പോയാൽ അവിടെ വീഡിയോ ഇത്തിരി ലോങ് ആയിട്ട് നമ്മൾ ടോറസ്കേപ്പ് ചെയ്യാത്ത നമ്മുടെ സ്വന്തം മോട്ടോസ്കേപ്പ് ചെയ്തു. ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്വന്തം കണ്ട ഇവിടെ ഇതാണ് കേട്ടോ. നമുക്ക് താഴേക്ക് ഇടാൻ പറ്റില്ല. അവിടെ മറ്റേ സാധനമാണ് ഏത് അതില്ലേ അതന്നെ എടാ സാധനം മറ്റേ മതിൽ പോലത്തെ സംഭവം അതുകൊണ്ട്. പക്ഷേ ഐറ്റംസ് എല്ലാം കണ്ടു വീഴും. ബട്ട് നമുക്ക് അങ്ങനെ പോകാൻ പറ്റില്ല. അതുവഴി വീഴോ എനിക്കറിയില്ല. അതുവഴിയും ചിലപ്പോൾ മതിലായിരിക്കും. ടെസ്റ്റ് ഡേയ്സ് ഇനി എങ്ങാനും ഞങ്ങൾ വിളിച്ചടിച്ച് ഡെഡായി കഴിഞ്ഞാൽ അത് ആക്ച്വലി എനിക്ക് ഇഷ്ടമല്ല ഗൈസ്. ഇതെന്തോ സംഭവിച്ചിട്ടുണ്ടോ ഈ സംഭവം കൊടുക്കണം. ഷോട്ട് ഗണ്ണെടുത്തിട്ട് വേണം ഗൈസ് എസ്കേപ്പ് പോകാൻ. എടാ ഇതിനു മുമ്പ് നമുക്ക് ഹെലികോപ്റ്റർ മാനുവൽ എടുക്കാണ്ട് ബെസ്റ്റ് മാനുവൽ ഒന്നും എടുക്കാണ്ടാണ് ഗൈസ് ഞാൻ ഇവിടുന്ന് എസ്കേപ്പ് പോകുമ്പോൾ എന്തെങ്കിലും മണ്ടനം എന്നെ പിടിച്ചട കൊള്ളക്കളവാ. ഇവിടെ പപ്പും കൂടെ ഇങ്ങനെ ഊരിയെടുക്കും നോക്കോ. ഇവിടെ പപ്പും കൂടെ ഇങ്ങനെ ഊരിയെടുക്കും നോക്കോടെ കള്ളക്കളവ. ശേ കളവന് മറ്റേ മുടിയില്ല മുട്ടയിൽ പോയി. നമുക്ക് അവൻ്റെ പല്ല് തന്നെ ഇങ്ങോട്ട് ഊരിയിടുക ഗൈസ്. നല്ല പിന്നീട് ആ കളറെ പല്ലാണ് ഊരിയിടും നോക്കും. ഇനി ഞാൻ ഇത്തിരി ഡേഞ്ചറസ് ആണ് ഗൈസ്. അതെ ഞാൻ ഇത്തിരി ഡേഞ്ചറസ് ആണ് ഗൈസ് ഇനി. ഓക്കെ അമ്മാമേ അപ്പാപ്പ ഏതെങ്കിലും ഒരാൾ വേണം. പപ്പൻ ഇനി അമ്മാമ്മയുടെ ഊഴമാണ്. അമ്മാമ വേഗം വരൂ. അനുസരണമുള്ള മാമ ഇപ്പൊ തഴ പെണ്ണുമ്പുളെ. അതെ ഗൈസ് നമ്മുടെ ആരോ തന്നെ ഇങ്ങനെ പോര് ഇങ്ങ് പോരാ മാമിയ പാപ്പ. ഒരു സീനും ഇല്ല. നിങ്ങൾക്കുള്ള പണിയെ ഇവിടെ വെച്ചിട്ടുണ്ട്. പണി ഒരു സ്റ്റൺ കൊണ്ടുകൊണ്ട് ഇരിക്കുമ്പോൾ 2 മിനിറ്റ് ഇട്ടാവുള്ളൂ. പക്ഷെ ഇതുകൊണ്ട് ഇടിക്കുമ്പോൾ ഷോർട്ട് കൊണ്ട് ഇടിക്കുമ്പോൾ 2 മിനിറ്റ് 30 സെക്കൻഡ് എക്സ്ട്രാ. പൊന്നക്കളവാ ഇത് നമ്മുടെ അടുത്ത്. എടാ ഹെലികോപ്റ്റർ മാനുവൽ ഇവിടെ അല്ലായിരുന്നു. ഇവിടെ ആയിരുന്നോന്നല്ല ഇവിടെയാണ് മനസ്സിലാ. സെറ്റ് വച്ചാനേ നമ്മളങ്ങനെ എസ്കേപ്പ് ആവുന്നു. മുട്ടതല മാറി കിടക്കണം. കള്ളപ്പന്നി വഴി അല്ലേ വാഴ നമ്മളത് കളിയാക്കാം. എത്ര ബുള്ളറ്റിനെ കളഞ്ഞില്ലേ. ബുള്ളറ്റിൻ്റെ ആവശ്യം നമുക്കൊന്നും അത് സെക്യൂരിറ്റിക്ക് നേരിച്ച് വേറെ സെറ്റ് നമ്മൾ എസ്കേപ്പ് ആവുകയാണ്. ഇത്രയും ഞാൻ ചെയ്തിട്ട് എസ്കേപ്പ് ആവാൻ പറ്റിയിട്ട് ഞാൻ 3G ഔട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ എടുക്കുന്നത്. എനിക്ക് എസ്കേപ്പ് ആവണം. നിങ്ങളെല്ലാവരും എണ്ണിക്കോ 3, 2, 1 എസ്കേപ്പ് ആവണേ. അപ്പം വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബെല്ലൈക്കണുള്ളതൊക്കെ ആക്കിയിട്ടാണ് എൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. ആൻഡ് ഇന്നത്തെ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 1K ആണ്. അപ്പം നിങ്ങൾ മാക്സിമം എനിക്ക് സബ് ചെയ്യണം. വീഡിയോ കാണുന്ന എല്ലാവരും സബ് ചെയ്യണം. മനസ്സിലായോ? പ്ലീസ് എങ്ങനെ സബ് ചെയ്യണേ. ഒട്ടും ചാനൽ സബില്ലേ 5 സബ് മാത്രമേ ഉള്ളൂ. വീഡിയോ കാണുന്ന എല്ലാവരും സബ് ചെയ്യണം ഗൈസ്. ആൻഡ് എൻ്റെ ഒരു വീഡിയോയുടെ നിങ്ങൾ കാണാൻ ശ്രമിക്കണം എന്ന് ഞാൻ പറഞ്ഞു. ഇതാണ് ഗൈസ് നമ്മുടെ എൻ്റെ മാക്സിമം. അപ്പോൾ സബ് ചെയ്യണം ഗൈസ്. എന്നെ പറ്റിക്കരുത്. എല്ലാവരും സബ് ചെയ്യണം. നമ്മുടെ വീഡിയോ കാണുന്നതിൻ്റെ നമ്മുടെ 5% പേര് മാത്രം ലൈക്ക് ചെയ്യണുള്ളൂ. ബാക്കി 95% പേര് ലൈക്ക് ചെയ്യണം ഗൈസ്. പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണേ. സോറി സബ് ചെയ്യണേ. സബ് ചെയ്യേ പ്ലീസ്. 3, 2, 1 ഗോ. അതെ നമ്മൾ സ്കിപ്പ് ആവുന്നു ഗൈസ്. അതെ
ഇടിച്ചിട്ടോ അതായിരിക്കും ക്രീഞ്ച്. ഇടിച്ചിട്ട് എടാ മച്ചാൻ ഇടിച്ചിട്ടാ. എടാ അവൻ ഇടിച്ചിട്ടില്ല. നമ്മളങ്ങനെ ഗ്രാനി 3യിലേക്ക് കടക്കുകയാണ് ഗൈസ്. കടക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടമല്ല ഇത്. ഓക്കെ വേഗം സ്കിപ്പ് സ്കിപ്പ് എൻ്റെ പൊന്നെ മച്ചാൻ ഇതൊക്കെയാണ് നോക്കണേ. അമ്മേടാ ഒന്ന് സ്കിപ്പ് അടിക്കടാ മച്ചാനെ, സ്കിപ്പ് അടിക്കടാ. ഓക്കെ ഗൈസ് നമ്മളങ്ങനെ ഗ്രാനി ചാപ്റ്റർ 2 ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പം എല്ലാവരും മാക്സിമം സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബെല്ലൈക്കനുള്ളൊക്കെ കിട്ടണേ എൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പം അടുത്തൊരു കിട്ടിയൻ മാസ് വീഡിയോ കാണാൻ എല്ലാ മച്ചാന്മാർക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ ബൈ ഗൈസ്.